മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. എൻ്റെ ഇളയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം ഒരുപാട് ഊർജവും ആത്മീയ ഉണർവും പ്രദാനം ചെയ്തതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുനാൾ മുതൽ പഠിച്ച എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെയൊക്കെ അർത്ഥവും ആഴവും അന്നറിയില്ലെങ്കിലും പിന്നീട് അത് ജീവിതത്തിൽ നൽകിയ ബലവും ഉണർവും ഒട്ടൊന്നുമല്ല. ഒരിക്കൽ എന്നോട് ഒരു അച്ഛൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ അവസ്ഥകളും സഹനങ്ങളും നൊമ്പരങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മനസ്സ് ഭാരപ്പെട്ടു പോകും. കൊന്തയിൽ ചൊല്ലുവാനോ അല്ലെങ്കിൽ മറ്റ് കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ഒരു മരവിപ്പും നിർവികാരതയൊക്കെ തോന്നാം. ഈ ജപമാല പ്രാർത്ഥന, ഉത്തരീയ ഭക്തി, അതുപോലെ തന്നെ വണക്കമാസ ആചരണങ്ങൾ, ഇതൊക്കെ ക്രമേണ വരും നാളുകളിലൊക്കെ കെട്ടുപോകാം. കാരണം പ്രതികൂലമായ അനേകം അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ബേബിച്ചന് പാട്ടൊക്കെ എഴുതുന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് ഇത് പരിശുദ്ധ അമ്മയുടെ എത്രയും ദയുള്ള മാതാവേ എന്ന അമ്മയോടുള്ള പ്രാർത്ഥന, ഒപ്പം മാതാവിൻ്റെ വണക്കമാസ ആചരണം, അതുപോലെ തന്നെ ഉത്തരീയ ഭക്തി, ഇതൊക്കെ ചേർത്ത് വെച്ച് വരുന്ന തലമുറകൾക്കൊക്കെ അത് അനുഭവമായി മാഞ്ഞു പോകാത്ത രീതിയിൽ ഉറപ്പ് നൽകുന്ന, ഉണർവ് നൽകുന്ന ഒരു ഗാനം കുറിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, ശരിയാണല്ലോ, ഇങ്ങനെയൊരു ഗാനത്തിൻ്റെ ഉറവ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഗാനത്തിൻ്റെ രചന അത് പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ അനേകം പേർക്കത് ഒരു പക്ഷേ ആ ഉത്തരീയ ഭക്തിയും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള ചിന്തകളൊക്കെ അനുഭവമായി മാറിയേക്കാം. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ആശ്രയബോധത്തോടെ അർപ്പിക്കുമ്പോൾ ആ അമ്മ ചെയ്യുന്ന മഹനീയമായ കാര്യം, ഒരു കുഞ്ഞ് അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. മറ്റൊന്നുമല്ല, ഈ കോവിഡ് കാലത്ത് ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ കുർബാനയൊക്കെ നിർത്തലാക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ അമ്മയിൽ അഭയം പ്രാപിച്ചു. അമ്മേ, എത്രയും ദയയുള്ള മാതാവേ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മേ, അമ്മ കുർബാന മുടങ്ങാതെ കാക്കണേ. ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ, കുർബാനയിലേക്ക് മക്കളെ ചേർത്ത് പിടിക്കുന്ന അമ്മ. പ്രിയമുള്ളവരെ, അമ്മ മധ്യസ്ഥം വഹിച്ച ഒരു അനുഭവമായി മകന് പറയാനുള്ളത്, അമ്മ ഈ കോവിഡ് കാലത്ത് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതിരിക്കുവാനുള്ള കൃപ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നു. ചില മഠങ്ങൾ അല്ലെങ്കിൽ ചില ദേവാലയങ്ങൾ, ചില ആശ്രമങ്ങളൊക്കെ, അവിടെയൊക്കെ കുർബാന ഒരുക്കപ്പെട്ടപ്പോൾ അതിൽ പങ്കാളിയായി കുറേ ത്യാഗങ്ങളൊക്കെ എടുത്താണെങ്കിൽ പോലും അവിടെ എത്തപ്പെടുവാനുള്ള വലിയ സഹായം, ഒരു ദിവസം പോലും മുടങ്ങാതെ ആ കോവിഡ് കാലത്ത് ആ കുർബാന അർപ്പിക്കുവാൻ ഇടയായത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലാണെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഈ അമ്മ ചെയ്യുന്ന മഹനീയമായ കാര്യം. നമുക്ക് ഉണരാം, ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ മടിയിൽ അഭയം തേടാം. എത്രയും ദയവുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്നിലൂടെ ഞാൻ അപേക്ഷിക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു അനുഭവമാകട്ടെ. ഈ കുഞ്ഞനുഭവം ഒട്ടൊന്നുമല്ല, ഈ അമ്മയോട് കൂടുതൽ ചേരുവാനും അമ്മ വഴി ഈശോയിലേക്ക് നടന്നെടുക്കുവാനും സഹായിക്കുന്നത്. മാതാവിൻ വണക്കമാസം വരും നാളിൽ വീട്ടിലെന്താഘോഷമായിരുന്നു. പ്രാർത്ഥനാ മുറിയെല്ലാം പൂമാല കോർത്തിടും, പ്രാർത്ഥനാ ഗീതികളാർത്തു പാടും. നിത്യസഹായ നൊവേനകൾ ചൊല്ലി ഭക്തിയായി മാതാവിനെ വണങ്ങി. മാതൃവാത്സല്യമാം സ്നേഹം നുകരാൻ മാതാവിൻ മടിയിൽ ഞാൻ ചാഞ്ഞുറങ്ങി.